ഇന്നലത്തെ ഫോട്ടോ വെച്ച അവസ്ഥയാണ് ഈ കാർഡ് എന്ന് വെച്ചാൽ മറ്റേ പരമേശ്വർ ഇവിടെ ബ്ലോക്കാണ് സാറേ, ഇവിടെ ബ്ലോക്കാണ് സാറേ, ഇവിടെ മൊത്തം ബ്ലോക്കാണ് സാറേ, ഈ പറയുന്ന ഒരു ബ്ലോക്ക് കണ്ടില്ല സാറേ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ആ ഒരു സീനായിരുന്നു. കാരണം ഇപ്പൊ എത്ര ആള് കൊച്ചിയിൽ ഉണ്ടായെന്നുള്ള നിലക്ക് ഇത്രയും നാളുണ്ടായതിനേക്കാളും നല്ലൊരു ആൾക്കാരെ കൂടുതലാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീയുടെ അവിടേക്ക് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാല് അത് വളരെ കൊച്ചിക്കാരെന്നുള്ള രീതിയിൽ നല്ലൊരു ഇതാണ്. കാരണം ഒരുപാട് പേര് നമ്മുടെ ആ ട്രീയും അതിനെ കാണാൻ വേണ്ടി പറയാം. നമുക്ക് പിന്നെ ഈ ഫിൽറ്റർ അങ്ങനത്തെ പരിപാടികളൊന്നും മാൻ മെയ്ഡ് വണ്ടേഴ്സ് ഒന്നും ഇല്ലല്ലോ. ആകെയുള്ള ആ ഒരു മരം അത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതാണ്. അത് അവരുടെ എക്സൈറ്റ്മെന്റിന് ഓർത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്ന ആൾക്കാർക്ക് അത് കാണാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കല് എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നി. കാരണം ഇത്ര ആൾക്കാര് നമ്മുടെ ആ ഒരു ട്രീ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇന്നലെ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. വണ്ടിയൊക്കെ ഞാൻ നോക്കിയപ്പോ വലിയ 2 ബസ് കണ്ടു നോക്കി ഒരു 2-2.5 മണിക്കൂറൊക്കെ ഇങ്ങനെ നിൽക്കണ കണ്ടേന്. അങ്ങടും പോളില്ല ഇങ്ങടും പോളില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും എല്ലാതും നല്ലൊരു ടേക്ക് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരുപാട് വേസ് ഒക്കെ ഉണ്ട്. അത് ചെറിയ വഴികള് 2 ഡയറക്ഷനിൽ വണ്ടി പോകുമ്പോഴാണ് ഈ ബ്ലോക്ക് കൂടുതലും വന്നത്. അപ്പൊ അങ്ങനെ കുറെ വേസ് ഒക്കെ വൺ വേ ആക്കിയിട്ടാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും എന്നാണ് എന്റെ ഒരു ചെറിയ തോട്ടിന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ കണ്ണും നോക്കിയാണ് എല്ലായിടത്തും നിൽക്കണത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ഒരു മുന്നത്തെ പ്രാവശ്യം ഭയങ്കര ആൾക്കാർ ഭയങ്കര തിക്കായിട്ട് ഒട്ടിച്ചേർന്ന് പോയി മറ്റേ സ്റ്റാമ്പ് മറ്റേ വിജയുടെ പരിപാടിയിലൊക്കെ കടന്ന പോലത്തെ ഇഷ്യൂസ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പറഞ്ഞാൽ ഞാനത് ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തോണ്ടിട്ടാണ്. ഇങ്ങനെ രണ്ടുപേരുടെ ഇടയിൽ നിന്നിട്ട് ഞാൻ നോക്കിയപ്പോ കാലൊന്നും എന്റെ നിലത്ത് ഉറക്കണില്ല. അത്രക്ക് തിക്കായി പോയി. എന്തോ ഭാഗ്യത്തിന് ആരുടെയോടെ എവിടെ കൊണ്ടിട്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു സീൻ വരാൻ നേരത്ത് പോലീസുകാർക്കാണെങ്കിൽ ഒരാൾക്കും പെട്ടെന്നൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോണത്. അപ്പോ ഈ ക്രിസ്മസിന് എനിക്ക് എന്റെ ഒരു ഇത് വെച്ചിട്ട് സാധാരണ ന്യൂ ഇയറിന് വന്ന അത്രയും ആൾക്കാരെ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിന് എത്ര തിരക്കുണ്ടാവും എന്നുള്ള കാര്യം ജസ്റ്റ് ഊഹിക്കാലോ. അപ്പോ അത് മുന്നിൽ കണ്ടിട്ട് കോർപ്പറേഷൻ ഗവൺമെന്റ് എല്ലാം അത് ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ തിരക്ക് നമുക്ക് ഇപ്പൊ ആൾക്കാരുടെ അടുത്ത് വരണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോ വന്ന ആൾക്കാരെ കറക്റ്റായിട്ട് ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് കറക്റ്റായിട്ട് എല്ലാം കണ്ടുപോകാൻ പറ്റിയ രീതിയിലേക്കും നല്ലൊരു സജ്ജീകരണം ചെയ്ത് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ ഇതിലുള്ളത്. ഞാൻ അന്ന് ഇതേപോലെ എന്തോ മെയിലൊക്കെ അയച്ചായിരുന്നു. പക്ഷെ അതാരും നോക്കിയൊന്നുമില്ല. പക്ഷെ ആ ഒരു ടൈമില് നല്ല പ്രോപ്പറായിട്ട് പരിപാടി നടന്നു. പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ ആൾക്കാർ വളരെ കൂടാനാണ് ചാൻസ്. കാരണം ഹൈപ്പ് ഇസ് റിയൽ. കാരണം ആൾക്കാരെല്ലാരും ഇത് കാണാൻ വേണ്ടി ട്രീ കാണാൻ വേണ്ടി ബീച്ചാണ്. പിന്നെ ഒന്നാമത് ബിനാലെ സീസണും കൂടിയാണ്. അപ്പോ ഗവൺമെന്റ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിൽ ആലോചിച്ച് നല്ല തീരുമാനം എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളാണെങ്കിലും അനാവശ്യമായിട്ട് തിരക്ക് ഉണ്ടാക്കാത്ത രീതിയിലുള്ള പരിപാടിയൊക്കെ ചെയ്യാം. പിന്നെ കുറെ ബ്രില്യന്റ് പീപ്പിൾസ് ഒക്കെ നല്ല സെന്ററിലേക്ക് കൊണ്ടുവന്നിട്ട് കാറൊക്കെ കൊണ്ടുവന്നിരുന്നൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ അത്യാവശ്യം വണ്ടിയിൽ സ്ക്രാച്ചും പരിപാടിയൊക്കെ ആയിട്ടൊക്കെയാണ് പോയത്. കുറെ പേര് അവിടെ ഒച്ചബഹളമൊക്കെ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പൊ മോസ്റ്റ്ലി നല്ല തിരക്കുള്ള സ്ഥലത്തേക്ക് കാറായിട്ട് ഇറങ്ങാൻ പരമാവധി വിട്ടു നിൽക്കുക. പിന്നെ അതിന്റെ ഇടയിൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് ഒരു പുള്ളി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിട്ട് അവിടെ കിടന്നൊരു കഷ്ടപ്പെടാൻ കണ്ടിട്ട് സങ്കടം വന്നായി. പുള്ളി ഓണം ബമ്പർ എടുക്കേണ്ട ആളായിരുന്നു തോന്നുന്നു. അപ്പോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇതിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മളും റൈറ്റ് ആയിട്ട് നോക്കുക. മാക്സിമം എല്ലാവരും ഈ ക്രിസ്മസും ന്യൂ ഇയറും കൊച്ചിയിൽ വന്ന് അടിച്ചോളിക്കുക. ഇതൊക്കെ ഞാൻ പറയാന്ന് വെച്ചാൽ ഒരു അവയർനെസ് എന്നുള്ള ഒരു രീതിയിലാണ് പറയണത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതിന്റെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഭയം വേണ്ട, ജാഗ്രത മതി. എല്ലാരും കൊച്ചിയിൽ വന്നിട്ട് അടിച്ചു വെച്ച് പിന്നാലെയും ട്രീ ഒക്കെ കണ്ടിട്ട് ഉഷാറാക്കി ഇടുക. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്.